ഹായ് ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലെയേർഡ് ആയിട്ടുള്ള ഒരു ഷരാറയും ടോപ്പും ആയിട്ടാണ്. ജസ്റ്റ് റീസെൻ്റ്ലി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കൊന്ന് കാണിക്കാമെന്ന് കരുതി. അതിൻ്റെ ഡീറ്റെയിൽഡ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. കുറച്ചധികം ബിസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് വർക്ക് നെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിഡ്സിൻ്റെ ആയതുകൊണ്ട് നമുക്ക് 1 മീറ്റർ ക്ലോത്താണ് ആവശ്യം വന്നത്. ലൈനിങ് നമ്മൾ സാറ്റിൻ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ബോട്ടം അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടോപ്പ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലും ഫ്രണ്ടിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ലേസ് തന്നെ നമ്മൾ ബോട്ടം പോർഷനിലും വച്ചിട്ടുണ്ട്. ഈ ഒരു മെഷർമെൻറ്റിൽ ബോട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5.5 മീറ്റർ ക്ലോത്ത് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഹെവി ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഒരു 3 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 2 ലെയറായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് അതും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബോട്ടത്തിൻ്റെ അടിഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് റോൾഡ് ഹെം ചെയ്തിട്ടാണ്. അപ്പോൾ റോൾഡ് ഹെം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരതൊന്ന് കാണണം. പിന്നെ ഇതിൽ പറയാൻ പറ്റുന്നത് വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാം. കാരണം ഈ ഓരോ ലെയറിനെയും നമുക്ക് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ ലെയറിനെയും മുകളിലായിട്ട് നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ഒരുപാട് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ലേസും ആവശ്യമായിട്ട് വരും. കുറച്ചും കൂടി എലഗൻ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. പിന്നെ നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബോയാണ്. അത് ബുഷ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബോയും കൂടി കൂടെ തന്നെ നമ്മളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് അറിയിക്കാം. അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. പിന്നെന്താ, നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.